ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ചെയ്ത തെറ്റിന്റെ പ്രായശ്ചിത്തായിട്ട ACPയുടെ മുമ്പിൽ വെച്ച് കുറ്റസമ്മതം നടത്തിയത്. ACP നിയമ നടപടികൾ എടുക്കാം. താങ്ക് യു. പുള്ളിക്കാരൻ റിമാൻഡിലാണ്. പുറത്തിറക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. വിനുവേട്ടനെ രക്ഷിക്കാൻ സഹായിച്ചതില് ഞങ്ങൾക്ക് മേഡത്തോട് നന്ദിയുണ്ട്. ഇതൊക്കെ എന്റെ ഡ്യൂട്ടി മാത്ര. ജഗനോടാണ് നന്ദി പറയേണ്ടത്. വന്ദന എന്നോട് നന്ദി പറയരുത്. ഞാനതിന് അർഹനല്ല. അതെന്താ ജഗൻ അങ്ങനെ പറഞ്ഞത്? വന്ദനയോട് അത്ര ഗുരുതരമായൊരു തെറ്റാണ് ഞാൻ ചെയ്തത്. എന്താടോ, വിപ്ലവകരമായ താലികെട്ടിന്റെ കുറ്റബോധം ഇതുവരെ മാറിയില്ലേ? ഹേയ്, അതല്ല. പിന്നെന്താ? എന്തായാലും പറഞ്ഞോളൂ. അത് രാജുമേനോന്റെ മരണത്തിന് അതിന് കാരണക്കാരനായ കൊലയാളി ഞാനാ. വെറുതെ അല്ല, അതാണ് സത്യം. അന്ന് അച്ഛനെ കൊണ്ട് പാർട്ടി മീറ്റിങ്ങിന് മഴയത്ത് ഓവർ സ്പീഡിൽ പോയ എന്റെ വണ്ടി അടിച്ച രാജീവ് മേനോൻ കൊല്ലപ്പെട്ടത്. വന്ദനമ്മേ, എന്റെ അച്ഛൻ ദൂരയാത്ര പോയിരിക്കല്ലേ? എന്നിട്ടെന്തിനാ അച്ഛനെ അങ്കിള് കൊന്നെന്ന് പറയുന്നത്? അങ്കിൾ എന്തിനാ കള്ളം പറയുന്നത്? എന്റെ അച്ഛൻ മരിച്ചിട്ടില്ല. മോൾ അങ്കിളിനോട് ക്ഷമിക്കണം. അങ്കിളിനൊരു കൈബദ്ധം പറ്റിയതാ. തൊട്ടു പോരുത് അവളെ. വന്ദന, ഞാൻ എന്റെ കുഞ്ഞിന്റെ അച്ഛനെ കൊന്ന തനിക്ക് അവളെ തൊടാനുള്ള യോഗ്യതയുണ്ടോ? ആ പാപക്കര പുരണ്ട കൈകൊണ്ടാണോ എന്നെ താലി കിട്ടിയത്? എല്ലാം മുൻകൂട്ടി തയ്യാറാക്കി പദ്ധതിയായിരുന്നല്ലേ? ഇതിനൊക്കെ വേണ്ടി ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ? പറ. വന്ദന, മാപ്പ്. ഞാൻ ചെയ്ത തെറ്റിന്റെ പ്രായശ്ചിത്തായിട്ട ACPയുടെ മുമ്പിൽ വെച്ച് കുറ്റസമ്മതം നടത്തിയത്.
ACB നിയമ നടപടികൾ എടുക്കാം. സത്യം ഉള്ളിൽ മറച്ചുവെച്ച് സ്വയം ജയിലഴി ഒരുക്കുന്നതിലും വലുതല്ല നിയമം തരുന്ന ശിക്ഷ. മാഡം, കൊലപാതകയാണ് മുന്നിൽ നിൽക്കുന്നത്. നിയമം നടപ്പിലാക്കണം. മാന്യത ചമഞ്ഞ് നടക്കുന്ന ഈ ചതിയനെ അറസ്റ്റ് ചെയ്യണം മാഡം. മാഡം എന്താ ആലോചിക്കുന്നേ? ആ, ഇയാൾ അറസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ ഞാൻ ഇതിന് മുകളിൽ പരാതിപ്പെട്ടോളാം. മതി വന്ദന, റിലാക്സ്. ഈ കേസ് അന്വേഷണത്തിന് ചാർജ് എടുക്കുമ്പോൾ എന്റെ ഒഫീഷ്യൽ ലൈഫും പേഴ്സണൽ ലൈഫും തമ്മിൽ ഇങ്ങനൊരു ക്ലാഷ് വരുന്ന ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. രമേശ് മാഡം, രാജീവ് മേനോന്റെ കൊലപാതക കേസിൽ ജഗനെ പ്രതിയാക്കി FIR എഴുതി അറസ്റ്റ് രേഖപ്പെടുത്തും. പോവാം മോളെ. കൊട്ടാ